ശല്യപ്പെടുത്താണ്ടിക്കോ. ഹായ് വീഡിയോ. ഹലോ ഹലോ ഹായ് ഹലോ എന്തൊക്കെ പറഞ്ഞപ്പോ വേറൊരു ചിന്തയിലാവാ. ഈ വാട്സപ്പിൽ കുറെ മെസ്സേജുകൾ വരും നമുക്ക്. അപ്പൊ നമുക്കത് നമുക്ക് ആദ്യം അവര് കാണുന്നുണ്ടോന്ന് നോക്കണം, കണ്ടിട്ട് അവര് റിപ്ലൈ തരുന്നുണ്ടോ നോക്കണം, എന്നിട്ട് നമ്മള് വീണ്ടും ഒരു റിപ്ലൈ കൊടുക്കുക. അപ്പൊ അതിനുള്ള റിപ്ലൈ ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ മുഖം നോക്കിയാ അതുവരെ ഇങ്ങനെ ഇരിക്കായിരിക്കട്ടെ. കുറച്ച് കഴിഞ്ഞാൽ മെസ്സേജിന്റെ ഒരു കാഠിന്യായി അതങ്ങനെ കൂടുമ്പോണ്ടല്ലോ തന്നെ തന്നെ ചിരിക്കുക. അതന്നെ ചില നീ ഏതൊരു സ്ഥാപനത്തിൽ ഞാനൊരു സ്ഥലത്തേക്ക് പോയി, ഒരു എക്സാമ്പിൾ പറയാട്ടോ. ഞാനൊരു സ്ഥലത്തേക്ക് പോയി. അപ്പൊ ഇത്തിരി ഭയങ്കര തിരക്കാ. സ്ഥാപനം ഞാൻ പറയണില്ല, ഇത്തിരി തിരക്ക് കൂടുതല. അപ്പൊ എന്നോട് എന്റെ ബേക്കറി അല്ല ഇവളുടെ ബേക്കറി അല്ല, തിരക്കുണ്ടെന്ന് പറഞ്ഞപ്പോ അത് ഞാൻ വേറെ പറയാം. പിന്നെ അതല്ല, അപ്പൊ എന്നോട് പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാൻ ഇപ്പൊ ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പൊ ഇങ്ങനെ മൊത്തത്തില് ഞാൻ അങ്ങനെ നോക്കി. അപ്പൊ എല്ലാവരും ഭയങ്കര ബിസിയാണ്, സൈൻ ചെയ്യേണ്ട കാര്യം അങ്ങനെ എങ്ങനെയാണ്. അപ്പൊ എന്റെ കണ്ണില് ഒരു കാര്യം ഉടക്കി. അതിലത്തെ ഒരു സാറ്, ഞാൻ സ്ഥാപനം പറഞ്ഞില്ല, എവിടെയാന്നും പറഞ്ഞു ഒന്നും പറയാം. അതിലത്തെ ഒരു സാറ് കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നേരത്തെ ഒരു മെസ്സേജിന്റെ കിണി വന്നുട്ടാ. നീ കേക്കുണ്ട മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റിപ്ലൈ വന്നു നോക്കി ഞാൻ പറഞ്ഞേ. അപ്പൊ അയാള് ആ കിണി വന്നപ്പോ ജോലി ചെയ്യുന്നതൊക്കെ ഒരു തടസ്സം. അപ്പൊ അയാൾ ആ ഫോൺ എടുത്തിട്ട് ആള് ആദ്യം ഇങ്ങനെ നോക്കി. അപ്പൊ എനിക്ക് അടിച്ചു കത്തി. ആദ്യത്തില് ഇങ്ങനെ ഒരു ചിരി ഇങ്ങനെ, പിന്നത്തെ കിണി വന്നുവിട്ടാ. അപ്പൊ അയാളുടെ ചിരി ഒന്നും കൂടി ഇങ്ങനെയായി, പിന്നെ ഇങ്ങനെയായി, പിന്നെ ഫോണില് മെസ്സേജ് വരുമ്പോൾ ചിലപ്പോ നമ്മള് സ്ഥലകാലം വാട്സപ്പിലൊക്കെ മെസ്സേജ് വരുമ്പോ അത്രയും ബിസി ഉള്ള ഒരാളായിരുന്നു കേട്ടാ. ആളുടെ മുന്നില് കുറച്ച് ആൾക്കാർ നിക്കുന്നുണ്ട് കാര്യം എന്തൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ഇയാൾക്ക് അയാള് മതി ഇനി ഫോൺ ഇവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ ഫോൺ നീക്കി. എന്നിട്ട് വീണ്ടും കമ്പ്യൂട്ടറിൽ നോക്കിട്ടാ. കമ്പ്യൂട്ടറിൽ നോക്കിയപ്പോ വീണ്ടും കിണി. അപ്പൊ അയാൾ ഇങ്ങനെ, അപ്പൊ അയാള് ചിരി ഇങ്ങനെ. അപ്പൊ ഞാന് എന്റെ പൊന്നു, നമ്മളെ പോലും ശ്രദ്ധിക്കണില്ല. എന്റെ ചേട്ടൻ എന്താ പറയാന്നറിയോ, നീ 24 മണിക്കൂർ ഈ ഫോണിന്റെ മുകളിൽ ഇങ്ങനെ തോണ്ടി ഇരുന്നോന്നാ പറയാ. എന്റെ ഫോണില് മെയിൻ ആയിട്ട് ഫിജി ഒരു 500 മെസ്സേജ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നുണ്ടാവും. അപ്പൊ ഞങ്ങൾക്ക് ഉണ്ടല്ലോ ഇവളുടെ മെസ്സേജ് വന്നെങ്കിൽ ഞാൻ ഫിജി എന്താ ഇന്ന് വല്ല കണ്ടന്റ് ആയിരിക്കും അങ്ങനെ ചിന്തിക്കട്ടെ അല്ലേ. വാട്സപ്പിൽ മെസ്സേജ് വരുമ്പോൾ പിള്ളേരായാലും പറയും അമ്മ ലിന്നാന്റെ മെസ്സേജ് വന്നിട്ട് ഒന്ന് നോക്കിക്കോട്ടാന്ന് പറയും. വേറെ ആരുടെ മെസ്സേജ് നോക്കിയില്ല, ലിന്നാന്റെ മെസ്സേജ് വരും, ഞാൻ ഓടി വരും. എന്താ വെച്ചാൽ ചിലപ്പോ വല്ല നിസ്സാര കാര്യമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് അത് ഭയങ്കര സംഭവം. അപ്പൊ ഇതില് മുഴുകിയ ആൾക്കാര് അതന്നെ അവരുടെ എക്സ്പ്രഷൻ മാറും. അതന്നെ ചില ഹോസ്പിറ്റലിലൊക്കെ ചെന്ന രസമാണ്. അവിടെ ചിലപ്പോ പേഷ്യന്റിന്റെ നമ്പറും പേരൊക്കെ വിളിക്കുന്നുണ്ടാവും. ആൾക്കാർ ഭയങ്കര സീരിയസ് ആയിട്ട് വാട്സപ്പ് നോക്കിയിട്ട് മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ കൊടുത്തുകൊണ്ടേക്ക് ഇരിക്കുകയായിരിക്കും. പക്ഷെ മൊബൈൽ ഉപയോഗിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല, വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കണം. പക്ഷെ നമ്മള് ഉപയോഗിക്കേണ്ട സമയം, സ്ഥലം അതൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും. അല്ലെങ്കിൽ വേണ്ട ഇവള് പറഞ്ഞ പോലെ വേറെ ആളുടെ മുമ്പിൽ നമ്മളൊക്കെ വല്ല കോമാളികളാവും. അതെ, ഇവള് പറഞ്ഞൊരു കാര്യം ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന്. ശരിയാണ്. ചിലപ്പോ അയാൾ വർക്ക് പ്രഷർ ആയിരുന്നു, അയാൾക്ക് കുറച്ചു നേരത്തിന് മുഖം ഭയങ്കരമായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു. ഈ ഒരു മെസ്സേജ് ചിലപ്പോ ലവർ ആയിരിക്കാം, അതാണ്ടാണ് ചിരി വന്നത്. അതെ, ഞാൻ നിനക്ക് മെസ്സേജ് അയക്കുമ്പോൾ നീ ചിരിക്കുന്നത് ഞാൻ ലവറായിട്ടല്ലല്ലോ. നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ മെസ്സേജ് അതിന് ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവരെന്താ മെസ്സേജ് ഇടട്ടെ. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഇന്നത്തെ ചിരി എങ്ങനെയായിരിക്കുന്നു. അതിവിടെ ആ പ്രായത്തിൽ കുറെ ചിരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളുടെ അങ്ങനെയില്ല. അല്ല, എങ്ങനെ ചിരിക്കേണ്ട അവസ്ഥ വന്നിട്ടുമില്ല. നമ്മളെ കാര്യം നോക്കാൻ. അപ്പൊ നമ്മൾ പറഞ്ഞു തരുന്നത് ഇത്രയേ ഉള്ളൂ. വാട്സപ്പ് ഫേസ്ബുക്കും ഒക്കെ നോക്കാം. അത് സ്ഥലം, കാലം, ബോധമൊക്കെ നമ്മള് വീട്ടിലിരുന്നിട്ട് നമ്മൾ ചിരിച്ചിട്ട് പറയണ പോലെ പബ്ലിക്കായിട്ട് എന്നൊക്കെ ചിരിച്ചിട്ട് ചെയ്യുമ്പോണ്ടല്ലോ അടുത്തൊരു ഈ പെണ്ണിന് വട്ടായ നമുക്കെല്ലാം അറിയാം. ഈ മെസ്സേജിൽ എന്താ വന്നതെന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അതെ അതെ. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ ബൈ. ഓക്കെ ബൈ.